ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഈവനിങ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് പിള്ളേരെ വിളിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കുട്ടികളുണ്ട്, അപ്പോൾ അവിടെ നിന്ന് അവരെ വിളിച്ചിട്ട് വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കവറുണ്ടായിരുന്നു. ആ കവറിനകത്ത് എന്താണ് കഴിക്കാനുള്ളതെന്ന് അവർ നോക്കണതായിട്ടാണ് കാണുന്നത്. അവർക്കറിയാം ഞാൻ എന്തെങ്കിലും കൊണ്ടായിരിക്കും വരുന്നതെന്ന്. അപ്പോൾ ഡുണ്ടു അതിനകത്ത് ബിസ്ക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ബിസ്ക്കറ്റ് എടുത്ത് പിടിച്ചിട്ട് ചേച്ചിയോട് പറഞ്ഞു. അപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിട്ടാണ്, ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ബാക്കി സാധനങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ അതും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ കണ്ടില്ലേ, തുണി സ്റ്റാൻഡൊക്കെ എടുത്ത് സിറ്റ് ഔട്ടിൽ കയറ്റി വെച്ചേക്കാണ്. പുറത്ത് വെച്ച മഴ നനയും, നമുക്ക് സ്ഥലപരിമിതി ഉണ്ടല്ലോ. അങ്ങനെ വാതിലൊക്കെ തുറന്ന് അകത്ത് കയറിയിട്ട് ഇനിയാണ് നമ്മുടെ യുദ്ധം തുടങ്ങാൻ പോണത്. അങ്ങനെ മേടിച്ച് വെച്ച സാധനങ്ങളൊക്കെ അടുക്കളയിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ യൂണിഫോം മാറി വന്നു. യൂണിഫോം മാറി വന്നതിന് ശേഷം അടുക്കളയുടെ കോലാണ് കാണുന്നത്. രാവിലെ കാണിച്ചിട്ടുണ്ട്, പോയി തന്നെ തിരക്ക് പിടിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എവിടെ നിന്ന് തുടങ്ങും എന്നാണ് ഞാൻ ഈ പറയണത് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഓരോന്നായിട്ട് ഒതുക്കി വരണം. അപ്പോൾ സമയമൊട്ട് കളഞ്ഞില്ല, വേഗം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നുണ്ട്. എല്ലാവരും ഇത് ശരിയാവില്ല, ഞാൻ തന്നെ ചെയ്യേണ്ട എല്ലാവരും. അപ്പോൾ പിന്നെ തന്നെ പാത്രങ്ങൾ കഴുകി മാറ്റിയിട്ട് ചായ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 1-2 ബേക്കറി ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടുള്ള ചായ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാമെന്ന് വെച്ചു. കാരണം പുറത്ത് നല്ല മഴ പെയ്യുണ്ട്, അപ്പോൾ നല്ല തണുപ്പല്ലേ. അപ്പോൾ ചൂടോടുകൂടി അത് കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കില്ലേ. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് വെച്ചിട്ട് പിന്നെ ചായയുടെ പരിപാടിക്ക് കിടക്കാനുണ്ടോ. അപ്പോൾ അതിന് മുന്നേ അവിടെ സ്ലാബൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കാലത്ത് കാണിച്ചിട്ട് പോയതല്ലേ, അപ്പോൾ തുടയ്ക്കാനൊന്നും നേരം കിട്ടിയില്ല. അങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോയി. അപ്പോൾ അവിടേക്ക് ഒന്ന് വേഗം ഫിനോയിലൊക്കെ ഒഴിച്ചൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. സ്റ്റൗവും ആ സ്ലാബും അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണുണ്ട്. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ട്, ഇവിടെയൊക്കെ ഭയങ്കര മഴയായിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച സാധനം അതിൻ്റെ ഇടയിൽ കൂടെ തിന്നുകൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ പാലെടുത്ത് വേഗം ചായയൊക്കെ വെച്ച് പിന്നെ അടുപ്പത്ത് പിള്ളേർക്ക് കുളിക്കാനുള്ള വെള്ളം ഞാൻ പോയി വെച്ചിട്ടു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ വാങ്ങിച്ച ഐറ്റംസ് ഞാൻ കവറിൽ നിന്ന് എടുത്ത് പുറത്തിറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ പുട്ടുപൊടി, ബിസ്ക്കറ്റ്, അങ്ങനത്തെ ചായയില, പഞ്ചസാര, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഐറ്റംസ് തീരുമ്പോൾ ഞാൻ പോയി ഇവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരും കേട്ടോ. ചായപ്പൊടി ഞാൻ ഡെയിലി വാങ്ങിക്കണതല്ല കിട്ടിയത്, വേറെ കിട്ടിയത്, അതുകൊണ്ട് ഞാൻ ചെറുത് വാങ്ങിച്ചോളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് കപ്പങ്ങ തന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കവറിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചായപ്പൊടി ഒന്ന് വേഗം പൊട്ടിച്ചിട്ടിട്ട്, ഈ ചായപ്പൊടി എനിക്ക് അത്ര ഇഷ്ടമില്ല. ഞാൻ വേറെ കണ്ണൻ ദേവനാണ് വാങ്ങിക്കാറ്, ഇത് അതല്ല. അങ്ങനെ ചായ വെച്ച് പൊടിയൊക്കെ ഇട്ട്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഈ സാമ്പ്രാണിയും ചന്ദനത്തിരി കത്തിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇതിൻ്റെ മണം ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈവനിങ് ടൈമിലും എഴുന്നേറ്റ് രാവിലത്തെ ആ ഒരു ടൈമിലൊക്കെ ഇത് കത്തിച്ചൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നൊക്കെയുള്ള പറയാറ്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. 6 മണിയായി കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന പോലെ ഇതൊക്കെ കത്തിച്ചിട്ട് പുറത്ത് സാമ്പ്രാണി കത്തിച്ച് ഒരു പ്രത്യേക ഫീൽ എനിക്കത്. പക്ഷേ ചില സമയത്ത് നടക്കാറില്ല, പക്ഷേ വീട്ടിലിരിക്കുന്ന ദിവസമൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കത്തിച്ച് വെച്ചിട്ട് പിന്നെ ചായയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നാറ്റുണ്ട്. അപ്പോൾ ചായ എടുത്തിട്ട് പിന്നെ പിള്ളേർക്ക് എന്താണ്ട് തിന്നാൻ പാത്രത്തിലിട്ട് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞാൻ അതും കൊണ്ട് ഹാളിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് പണികളൊക്കെ ഒന്ന് ഒതുക്കി അവരെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ ഈ മിറർ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പട്ടിഷോ കാണിച്ചതാണ്. ചുമ്മാ മിററിൻ്റെ മുന്നിൽ നിന്നിട്ട് ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പ്രെയർ ടൈമായിരുന്നു. അപ്പോൾ പ്രെയറിൻ്റെ സമയത്ത് ഈ ഒരു ഡാൻസ് ഇവിടെ പതിവാണ്. പൊന്നൂന് ആ സമയത്താണ് ഡാൻസ് കളിക്കാനുള്ള സമയം. ഞാൻ അവിടെ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, പക്ഷേ പുള്ളിക്കാരത്തിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പ്രാർത്ഥന ചൊല്ലുന്നതിൻ്റെ കൂടെ ഉറക്കം തോന്നുന്നത് എൻ്റെ മോള് വീഡിയോ എടുത്ത് വെച്ചതായിട്ട് ഈ കാണണേ. പൊന്നു വീഡിയോ എടുത്ത് വെച്ചത്, മമ്മി ഞാൻ ഉറങ്ങണത് എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട്. അപ്പോൾ ബൈ.